മരണാനന്തരം ധനികനെ ദൂതന്മാർ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിമനോഹരമായ മണിമന്ദിരങ്ങളുടെ നടുവിലൂടെ അവർ നടന്നു. അതിലൊന്ന് തനിക്കും ലഭിക്കുമെന്നോർത്തപ്പോൾ അയാൾ സന്തോഷിച്ചു. ഒടുവിൽ ഒരു ചെറു കുടിലിനടുത്തെത്തിയപ്പോൾ ദൂതൻ പറഞ്ഞു, ഇതാണ് താങ്കളുടെ വീട്. അമ്പരന്ന ധനികൻ ചോദിച്ചു, ഇതെങ്ങനെ ശരിയാകും? ജീവിച്ചിരുന്നപ്പോൾ എന്തെല്ലാം സൗകര്യങ്ങൾ ഞാൻ ചെയ്തു. ദൂതൻ പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ ഭൂമിയിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ സാമഗ്രികൾ കൊണ്ടാണ് ഇവിടെ വീട് പണിയുന്നത്. താങ്കൾ ചെയ്ത കാര്യങ്ങളിൽ കൂടുതലും പേരിനും പ്രശസ്തിക്കും വേണ്ടിയുള്ളതായിരുന്നു. പ്രിയമുള്ളവരെ, എന്ത് ചെയ്തു എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളത്. ഉദ്ദേശശുദ്ധിയോടെ ചെയ്യുന്നവരുടെ എണ്ണമാണ് ഒരു സമൂഹത്തെ ജനസംഖ്യയേക്കാൾ മുന്നോട്ട് നയിക്കുന്നത്. പുണ്യകർമ്മങ്ങളുടെ മൂടുപടത്തിനിടയിൽ പൊങ്ങച്ചം കാട്ടുന്നവർക്കും ദാനശീലപ്പെട്ടം കരസ്ഥമാക്കാൻ മത്സരിക്കുന്നവർക്കും പെരുമ ലഭിക്കുന്ന കാര്യങ്ങളിൽ മാത്രമാകും ശ്രദ്ധ. ഒന്നും പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യുന്നവൻ ആവശ്യമുള്ളവന്റെ അടുക്കളയിലെ വിരുന്നുകാരനാണ്. നൽകുന്നവന് ലഭിക്കുന്ന പ്രശസ്തിയേക്കാൾ സ്വീകരിക്കുന്നവന് ലഭിക്കുന്ന സംതൃപ്തിയാകണം നന്മയുടെ അടിസ്ഥാനം.